ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കരുത്ത് ഭാവിയിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ വഴിത്തിരിവായി ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി മാറിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഉത്തർപ്രദേശിൽ മീററ്റ് മെട്രോയ്ക്കും നമോ ഭാരത് ട്രെയിനിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് 89 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും. CASF വന്ദേമാതരം സൈക്ലത്തോണിന് കൊച്ചിയിൽ സമാപനം. കേന്ദ്ര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ മുഖ്യാതിഥിയായി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8-ൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കരുത്ത് ലോകം ഭാവിയിൽ ഏതു രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നതിൽ നിർണായക വഴിത്തിരിവായി ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2020 ക്രിക്കറ്റ് ലോകകപ്പിനെ കുറിച്ച് സംസാരിക്കവേ ഇന്ത്യൻ വംശജരായ നിരവധി കളിക്കാർ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പരാമർശിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. 10 മാസം പ്രായമുണ്ടായിരുന്ന ആലിന് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ തീരുമാനം ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ ആദരം നിറച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. आलिन शेरिन अब्राहम आज हमारे बीच नहीं है, लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है. साथियों, इन दिनों भारत में ऑर्गन डोनेशन को लेकर जागरूकता लगातार बढ़ रही है. इससे उन लोगों की मदद हो रही है जिन्हें इसकी जरूरत है. इसके साथ ही देश में मेडिकल रिसर्च को भी बल मिल रहा है. തിരുനാവായിൽ നടന്ന മഹാമാഘ മഹോത്സവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ C രാജഗോപാലാചാര്യയുടെ സ്മരണയിൽ നാളെ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാഷ്ട്രപതി ഭവനിൽ C രാജഗോപാലാചാര്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മദിനമാണ് ഈ മാസം 24 പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു. മാർക്ക് ഷീറ്റുകളിലൂടെയല്ല മൂല്യം നിർണ്ണയിക്കപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. मुझे विश्वास है आप सभी पूरे मन से इम्तिहान की तैयारियों में लगे होंगे. ऐसे समय में मन में थोड़ी शंका आना भी स्वाभाविक है. कभी लगता है सब याद रहेगा या नहीं रहेगा, कभी लगता है समय कम तो नहीं पड़ जाएगा ना. ये भाव हर पीढ़ी के बच्चों ने महसूस किए हैं. आप याद रखिए, आपका मूल्य आपकी मार्कशीट से तय नहीं होता, इसलिए खुद पर भरोसा रखिए. റമദാൻ ഹോളി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉത്സവവേളകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് മൻ കി ബാത്ത് ഉപസംഹരിച്ചത്. മൻ കി ബാത്തിലൂടെ തൃശൂരിന്റെ കാർഷിക പാരമ്പര്യത്തിന് രാജ്യത്തിന്റെ അംഗീകാരം. ആവണങ്ങാട്ട് കളരിയുടെ കീഴിലുള്ള സർവദാ ഭദ്രം ഓർഗാനിക്സാണ് മൻ കി ബാത്തിൽ ഇടം പിടിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 600ഓളം അപൂർവ നെൽവിത്തുകളെ സംരക്ഷിക്കുന്ന തൃശൂർ ജില്ലയിലെ ആവണങ്ങാട്ട് കളരിയുടെ കീഴിലുള്ള സർവദാഭദ്രം ഓർഗാനിക്സിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ചെറുകിട നാമമാത്ര കർഷകരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ചുകൊണ്ടായിരുന്നു ആദ്യ ചുവടുവെപ്പ്. കൊറോണ കാലത്ത് നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ കാർഷിക കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞുവെന്നതാണ് ഈ ദേശീയ അംഗീകാരം സർവദാഭദ്രം ഓർഗാനിക്സിനെ തേടിയെത്തിയതിനു പിന്നിലുള്ളത്. ഈ വലിയ അംഗീകാര നിറവിലാണ് സർവദാഭദ്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഋഷികേശ് പണിക്കരും സംഘവും. ആഗോളതലത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും സാധിക്കുമെന്ന് വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിൽ മീററ്റ് മെട്രോയ്ക്കും നമോ ഭാരത് ട്രെയിനിനും തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. 82 കിലോമീറ്റർ ഡൽഹി മീററ്റ് നമോ ഭാരത് ഇടനാഴിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം 89 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അംഗീകരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങൾ മനുഷ്യരാശിയുടെ സാമ്പത്തിക ഉന്നമനത്തിനും സാമൂഹിക നന്മയ്ക്കും പ്രയോജനപ്പെടുത്തും വിധം വിശാലമായ ആഗോള സമവായത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നു.
നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ഇന്ത്യയുടെയും അമേരിക്കയുടെയും അനുകൂല സമീപനത്തെ US സ്റ്റേറ്റ്സ് അണ്ടർ സെക്രട്ടറി ജേക്കബ് എസ് ഹെൽബർഗ് പ്രശംസിച്ചു. അമേരിക്കയും ഇന്ത്യയും AI സാധ്യതകളെക്കുറിച്ചുള്ള ഉഭയകക്ഷി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചു. തപാൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവച്ചു. തപാൽ സേവനങ്ങളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കുന്നു. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബ്രസീൽ ആശയവിനിമയ മന്ത്രി ഫ്രെഡറിക്കോ ഡി സീക്വേര ഫിൽഹോയും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CASF സംഘടിപ്പിച്ച വന്ദേമാതരം സൈക്ലത്തോണിന് കൊച്ചിയിൽ സമാപനം. കൊച്ചി തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലെ സമാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ മുഖ്യാതിഥിയായി. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൂരമാണ് സൈക്ലത്തോൺ സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ബജറ്റിലേക്കുള്ള അന്തിമ ധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ നാളെ ചർച്ചകൾ നടക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വ്യാപാരികൾക്കായുള്ള പുനരധിവാസ സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും 283 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പൂർത്തീകരണവും അദ്ദേഹം നിർവഹിച്ചു. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഗ്രൂപ്പ് 1 സൂപ്പർ 8 പോരാട്ടത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 6ാം ഓവറിൽ 3 വിക്കറ്റിന് 41 റൺ എന്ന നിലയിലാണ്. നേരത്തെ നടന്ന ഗ്രൂപ്പ് 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് 51 റൺസിന് ശ്രീലങ്കയെ തോൽപ്പിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് റൈസിംഗ് സ്റ്റാർസ് 2026 കിരീടം ഇന്ത്യ A ടീമിന്. ബാങ്കോങ്ങിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശ് A ടീമിനെ 46 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ A കിരീടം ചൂടിയത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം പുരോഗമിക്കുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കളി. കേരളത്തിൽ ഇതാദ്യമായി വ്യവസായ വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ച ബയർ സെല്ലർ മീറ്റിലൂടെ 100 കോടി രൂപയുടെ ഓർഡർ സംരംഭകർക്ക് ലഭിച്ചതായി മന്ത്രി P രാജീവ്. സംസ്ഥാനതല കേരള അഗ്രോ ഫുഡ് പ്രോ 2026 ഉദ്ഘാടനം എറണാകുളം കളമശ്ശേരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കി. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 68 ലക്ഷത്തിലധികം പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. 206 പേർ മാത്രം പട്ടികയിൽ നിന്ന് പുറത്തായ ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിൽ ആകെ 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. തമിഴ്നാട്, കേരളം, മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടുത്ത 2 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. മൈക്രോസോഫ്റ്റ് ഗെയിമിംഗിന്റെ CEO ആയി ഇന്ത്യൻ വംശജയായ ആശ ശർമ്മയെ നിയമിച്ചു. കഴിഞ്ഞ 2 വർഷമായി കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ എത്തിക്കാൻ ശ്രീമതി ശർമ്മ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് മൈക്രോസോഫ്റ്റ് ചെയർമാൻ സത്യ നടലെ പറഞ്ഞു. ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയിലെ 8 പേരെ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹി പോലീസ് പിടികൂടി. ഭീകര സംഘടന പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളതാണ്. കൊൽക്കത്തയിലും തമിഴ്നാട്ടിലുമായി നടന്ന ഏകോപിത പരിശോധനയിലൂടെയാണ് അറസ്റ്റ്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ഭീകരരാണ് കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കരുത്ത് ഭാവിയിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ വഴിത്തിരിവായി ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി മാറിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഉത്തർപ്രദേശിൽ മീററ്റ് മെട്രോയ്ക്കും നമോ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് 89 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും. CASF വന്ദേമാതരം സൈക്ലത്തോണിന് കൊച്ചിയിൽ സമാപനം. കേന്ദ്ര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ മുഖ്യാതിഥിയായി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.